എറണാകുളം കളമശ്ശേരിയിൽ സ്ഥാപിക്കുന്ന പുതിയ ഹൈക്കോടതി സമുച്ചയം ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി പദ്ധതിയുടെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ്. ജുഡീഷ്യൽ സിറ്റിക്കായി എറണാകുളം കളമശ്ശേരിയിൽ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഹൈക്കോടതി ജഡ്ജിമാരും ജില്ലാ കളക്ടറും അടങ്ങുന്ന വിദഗ്ധ സംഘത്തിനൊപ്പം പരിശോധിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് എറണാകുളം കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ ധാരണയായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ജഡ്ജിമാരും മന്ത്രി പി രാജീവും ജില്ലാ കളക്ടർ NSK ഉമേഷും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വിദഗ്ധ സംഘം ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്ന സ്ഥലം സന്ദർശിച്ചത്. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് സതീഷ് നിനൻ, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്നിവർ വിദഗ്ധ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഹൈക്കോടതിക്കൊപ്പം ജുഡീഷ്യൽ അക്കാദമി, മീഡിയേഷൻ സെന്റർ തുടങ്ങി രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സ്ഥാപനങ്ങൾ കളമശ്ശേരിയിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 60 കോടതികൾ ഉൾക്കൊള്ളുന്ന ഹൈക്കോടതി മന്ദിരമാണ് ആലോചനയിലുള്ളത്. 20 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള സൗകര്യങ്ങളും ദീർഘകാല കാഴ്ചപ്പാടോടെ ഒരുക്കാനാണ് ആലോചന. ഭാവിയിൽ ഏറെ ഉപകാരപ്രദമായ സ്ഥലത്താണ് പുതിയ ഹൈക്കോടതി കെട്ടിടം നിലവിൽ വരുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. അന്ന് മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സ്ഥലം സന്ദർശിക്കാമെന്നാണ് കണ്ടിരുന്നത്. നേരത്തെ കണ്ടിരുന്ന 27, അവനോട് ചേർന്ന് കിടക്കുന്ന 23, അങ്ങനെ 50 ഏക്കർ അവിടെ കണ്ടു. ഇതുകൂടാതെ ഇപ്പുറത്തും HMTയുടെ സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലവും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർ ചർച്ചകൾ പിന്നീട് നടത്തും. ഇപ്പോൾ സ്ഥലം പൊതുവെ കണ്ടിട്ടുണ്ട്. നല്ല കണക്ടിവിറ്റിയുള്ള ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തന്നെ നേരത്തെ കണ്ടിട്ടുള്ളത്. HMT ഭൂമി പുതിയ ഹൈക്കോടതി കെട്ടിട നിർമ്മാണത്തിനായി കൈമാറുമ്പോൾ ഭൂമിയുടെ വില HMT കളമശ്ശേരി യൂണിറ്റിന് നൽകണമെന്ന് CITU HMT എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി കൃഷ്ണദാസ് P പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് 450 കോടി രൂപയെങ്കിലും വില വരുന്ന ഭൂമിയാണ് HMTയുടെ 27 ഏക്കർ എന്ന് പറയുന്നത്. അതല്ലാതെ എടുക്കുകയാണെങ്കിൽ പോലും വലിയ തുകയ്ക്കുള്ള കൈമാറ്റമാണ് നടക്കപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് HMT കളമശ്ശേരി യൂണിറ്റിന് പ്രയോജനപ്പെടുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ തുകയും HMT ഭൂമി വിൽപ്പന നടത്തി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ കിട്ടുന്ന മുഴുവൻ തുകയും കളമശ്ശേരി HMTയുടെ വികസനത്തിനും അതിൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനും വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തണം. ജഡ്ജിമാരുടെ ഓഫീസ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അഭിഭാഷകരുടെ ചേംബർ, പാർക്കിംഗ് സൗകര്യം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.